അദാനിയും അംബാനിയും പാർട്ടിക്ക് കള്ളപ്പണം നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കള്ളപ്പണത്തിന്റെ പൂഴ്ത്തിവെപ്പുകാർ എന്ന് പറഞ്ഞു നടന്ന് മോദി ഇപ്പോൾ പരാജയ ഭീതിയിലായപ്പോൾ അദാനിയെയും അംബാനിയെയും വിളിച്ച് രക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അന്വേഷണം ഒഴിവാക്കാനില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം പറഞ്ഞു. അദാനിയും അംബാനിയും കോൺഗ്രസിന് ലോറി നിറയെ കള്ളപ്പണം നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആയുധമാക്കുകയാണ് കോൺഗ്രസ്. 10 വർഷത്തിനിടെ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയിട്ടും അദാനിയുടെയും അംബാനിയുടെയും പേര് പറയാതിരുന്ന പ്രധാനമന്ത്രി നിലവിൽ പരാജയ ഭയത്താൽ അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനു നേരെ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനത്ത് പറഞ്ഞു, 10 വർഷം അഴിമതിയെ സംരക്ഷിച്ചതിന് ശേഷം അദാനിയുടെയും അംബാനിയുടെയും അഴിമതി തുറന്നു കാട്ടാനുള്ള ധൈര്യം മോദി വികസിപ്പിച്ചെടുത്തു. ഒരു സർക്കാർ പദവിയും വഹിക്കുന്നില്ലെങ്കിലും കോർപ്പറേറ്റ് കൊള്ളയും അഴിമതിയും ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാകാം അദ്ദേഹം ധൈര്യം സംഭരിച്ചത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ ഉറ്റ സുഹൃത്തുക്കളെ കൈയൊഴിയുന്നതാണോ മോദിയുടെ ഗ്യാരണ്ടി? പ്രധാനമന്ത്രിയുടെ ആരോപണം CBIയോ EDയോ അന്വേഷിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിക്കണമെന്നും മുൻ ധനമന്ത്രി പി ചിദംബരം പറഞ്ഞു. എന്തുകൊണ്ടാണ് BJP അകലം പാലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോഴും BJP ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവി ഒഴിയുകയും ചെയ്യുമെന്നും കോൺഗ്രസ് വക്താവ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ള NDA നേതാക്കൾ വിദ്വേഷ പ്രസംഗങ്ങൾ തുടരുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് ഇന്ത്യ മുന്നണിയുടെ പരാതി. പോളിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുന്ന കാലതാമസം തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തുന്നു എന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു.